വെൽക്കം ബാക്ക് ടു മൈ പ്ലാറ്റ്ഫോം. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും പല കുട്ടികളും CMA ഇൻ്ററിൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എൻ്റെ ക്ലാസ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എങ്ങനെ പഠിച്ചിട്ടും തിയറി ഒരു നിലക്കും തലക്കകത്തോട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിച്ച കാര്യം ഒരു കാരണവശാലും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോഴോ ഒന്നും അതിനകത്ത് മനസ്സിലാവുന്നില്ല. ലിറ്ററേച്ചർ ലെവലിനെ വരെ തോൽപ്പിക്കുന്ന ലെവലിൽ എവിടെ നിന്നൊക്കെയോ ഒരു കേസ് സ്റ്റഡി ലെവൽ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടാണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഹൈലി ലിറ്ററേച്ചർ ലെവലിൽ പ്രിപ്പറേഷനാണ്, ലിറ്ററേച്ചർ ലെവലിൽ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ CMA ഇൻ്റർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റാക്കിയിട്ടുള്ളത്. ആ സ്റ്റഡി മെറ്റീരിയൽ വെറുതെ ഒരു കുട്ടി വായിച്ചു നോക്കുന്ന സമയത്ത് ഒരു തേങ്ങയും മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും, ഒന്നും മനസ്സിലാവില്ല. കാരണം കിഡ്ഡലം ലാംഗ്വേജ് ആണ്. നമ്മൾ ഇന്ന് വരെ ജീവിതത്തിൽ കേൾക്കാത്ത പുതിയ പുതിയ ടെക്നിക്കൽ ടേംസ്, ഇന്ന് വരെ കേൾക്കാത്ത ഗ്രാമർ ടൈപ്പ്, ഇന്ന് വരെ നിങ്ങൾ കാണാത്ത കേൾക്കാത്ത പ്രസൻറ്റേഷൻ സ്റ്റൈല്, ഈ ഒരു സിസ്റ്റത്തിലാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് CMA ഇൻ്റർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേ, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടിയാവട്ടെ, ഒരു തവണ 2 തവണ ഫെയിൽഡായ കുട്ടിയാവട്ടെ, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു നോക്കുന്ന സമയത്ത് ഒന്നും നിങ്ങളുടെ തലക്കകത്തോട്ട് ഫീഡ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ദ സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് ദ ലാംഗ്വേജ് ദറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ലിറ്ററേച്ചർ ലെവൽ ലാംഗ്വേജ്, ലിറ്ററേച്ചർ ലെവൽ ഗ്രാമർ, ലിറ്ററേച്ചർ ലെവൽ പ്രസൻറ്റേഷൻ ആണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. സോ വെൽക്കം ബാക്ക് ടു മൈ പ്ലാറ്റ്ഫോം. മൈ നെയിം ഈസ് മുഹമ്മദ് മിഥിലാജ്. ഐ എം എ ഫാക്കൽറ്റി ഫോർ CA and CMA and specialized in the theory purpose like strategic management, auditing, business data analytics and corporate law. തിയറിയിലാണ് ഞാൻ സ്പെഷ്യലൈസേഷൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പേര് കാണാൻ പറ്റില്ല. എന്താണത്? തിയറി ഹബ്ബ് എന്നാണ്. തിയറി ഹബ്ബ് വിച്ച് മീൻസ് മൈ ഹബ്. ഐ മീൻ ഹബ്, ഞാനൊരു ഹബ്ബാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ, നിങ്ങൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഹബ്ബിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം ഞാൻ തരും. അത് പ്രോബ്ലം അല്ല, അത് തിയറിയുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു തരും. ഓക്കെ ആണോ? സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് CMA സ്റ്റുഡൻസ്. ദിസ് ഈസ് ദ കേരളാസ് ബിഗ്ഗസ്റ്റ് തിയറി പ്ലാറ്റ്ഫോം. ഞാൻ അങ്ങനെ തന്നെ പറയും. And I am so proud of myself. More than 20,000 students is already enrolled my course. CA-കകത്തും CMA-കകത്തും റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത കുട്ടികളുടെ ഓരോ ബാച്ചിലോട്ട് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മിനിമം 2,000 and above ആണ്. അപ്പോൾ കേരളത്തിലുള്ള ഒരു 80% കുട്ടികളും ചൂസ് ചെയ്യുന്നത് എൻ്റെ റെക്കോർഡ് സെക്ഷനാണ്. സോ നിങ്ങളും അതേ ഒരു വേവ് ലെങ്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ പറഞ്ഞ് കയറിയിട്ട് തന്നെയായിരിക്കും എൻ്റെ റെക്കോർഡ് ക്ലാസ് ചൂസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തില്ല, ഒരു കാരണവശാലും എന്താവില്ല, നിങ്ങൾക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ 1% പോലും ഞാൻ കുറയ്ക്കില്ല എന്ന് എനിക്ക് 100% എൻ്റെ മുമ്പിൽ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഓക്കെ ആണോ? So whatever it may be, this is the biggest online platform for CMA students, especially for theory purpose. Okay. അപ്പോൾ ഞാൻ എന്നെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു, നമ്മുടെ സബ്ജക്റ്റിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു. ഇത് നമുക്ക് പഠിക്കാം അല്ല. ഇനി ഞാൻ എങ്ങനെയാണ് നമ്മുടെ CMA ഇൻ്റർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലൂടെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആണോ, അതോ എൻ്റെ നോട്ട്, ഞാൻ ഇറക്കിയ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, ഞാൻ ഇറക്കിയുള്ള എൻ്റെ നോട്ട് പ്രകാരമാണോ? ഇനി എൻ്റെ നോട്ട് മാത്രം പഠിച്ചാൽ മതിയോ? സ്റ്റഡി മെറ്റീരിയൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരും. സോ പാർട്ട് 1 ആയ നമ്മുടെ ഈ വീഡിയോക്കകത്ത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റു പാർട്ടിലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ ആണോ? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബേസ് ലെവൽ A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത്, ICMAയുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ ബുക്ക് അല്ലെങ്കിൽ എൻ്റെ മെറ്റീരിയൽ, എൻ്റെ നോട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതിയോ, തുടങ്ങിയ എല്ലാ കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. ഓക്കെ. സോ ദിസ് ഇസ് ദ, ഞാൻ ഒന്നും കൂടി പറയുന്നു, ബിഗ്ഗസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ CMA സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ക്ലാസ് നിങ്ങൾ SMൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും BDയുടെയും ക്ലാസ് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേൾക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയുന്നു, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഗ്യാരണ്ടിക്കും 1% പോലും കുറവ് വരുത്താത്ത ലെവലിലാണ് ഞാൻ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ, ഒരു ഏരിയ പറയുമ്പോൾ, ഒരു ടോപ്പിക് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വെറുതെ അത് വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് പിന്നിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രാക്ടിക്കൽ ലെവൽ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. റിയലിസ്റ്റിക് ലെവൽ എക്സാമ്പിൾ, നിങ്ങളുടെ കണ്ണ് മുമ്പിൽ നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് എക്സാമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു സബ്ജക്റ്റും ആ ഒരു കോണ്ടന്റും നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യും മനസ്സിലാവും.
ആൻഡ് ഇറ്റ്സ് മൈ പ്രോമിസ്. ഇനി ക്ലാസ് മൊത്തം കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും, ക്ലാസ് മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് 4 പേരോട് വിളിച്ചു പറയാം ഇയാളുടെ ക്ലാസ് ഒരു കൂതര ക്ലാസ് ആണെന്നുള്ളത്. ബട്ട് ക്ലാസ് മുഴുവൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് 100% മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്, ഒരു സക്സസ്, ഒരു സ്മൈൽ നിങ്ങളുടെ മുഖത്ത് വിരിയിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100 പേരോട് വിളിച്ചു പറയണം, ദിസ് ഈസ് എ നമ്പർ 1 എ ബെസ്റ്റ് ഓൺലൈൻ ക്ലാസ് ഫോർ CMA Inter in കേരള. ഓക്കെയാണോ? 2 ചോയ്സ് ഞാൻ പറഞ്ഞത്, ഞാൻ മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അത്രക്കും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെവലിൽ കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ലെവലിൽ പ്രസൻറ്റേഷൻ ആയിരിക്കും എൻ്റെ വരാൻ വേണ്ടി പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. And break down in the syllabus and break down in the chapter and break down in the entire word, a single word. ഒരു കോൺസെപ്റ്റ് അറിയാതെ ഒരു വേർഡിൽ നിന്നും മറ്റൊരു വേർഡിലോട്ട് ഞാൻ പോയില്ല. ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്നും ഒരു ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ അത് 100% നിങ്ങൾക്ക് മനസ്സിലാവണം എന്നൊരു എക്സ്പെക്റ്റേഷനും കൂടിയായിരിക്കും ഒരു ക്ലാസ് കേൾക്കുന്നത്. അത് എങ്ങനെയാണോ ഒരു ഫാക്കൽറ്റി നിങ്ങൾ ക്ലാസ് പറഞ്ഞ് തന്ന് മനസ്സിലാക്കി തരേണ്ടത്, ആ ലെവലിലാണ് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത്. 2, കോണ്ടന്റ് വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്ന റിയലിസ്റ്റിക് എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ, പേഴ്സണലൈസ്ഡ് എക്സാമ്പിൾ ആൻഡ് ആൾസോ കോർപ്പറേറ്റ് ലെവൽ എക്സാമ്പിൾ, ഇത് 3 കൂടി ക്ലബ് ആകുമ്പോൾ 100% നിങ്ങൾക്ക് അത് തലക്കകത്തോട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് മൈ കോൺഫിഡൻസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? CMA Inter സ്റ്റുഡൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ സബ്ജക്റ്റ്, എങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം അല്ലേ. സബ്ജക്റ്റ് എന്താ? നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അല്ലേ, SM നമ്മൾ ഷോർട്ടാക്കി പറയുമെങ്കിലും സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി CMA Interൽ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് OPM ആൻഡ് SM എന്ന് പറയുന്ന ഒരു പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. OPM ആൻഡ് SM, ഓപ്പറേഷണൽ മാനേജ്മെൻറ്റും ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഉണ്ട്. അതിനകത്ത് 60 മാർക്സ് നിങ്ങൾക്ക് OPM-നകത്തും ഉണ്ടാവും, അതുപോലെ 40 മാർക്സ് നിങ്ങൾക്ക് SM-നകത്തും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ SM-ന്റെ പോർഷൻ മാത്രമാണ്. ഓക്കെയാണ്? OPM ഈസ് നോട്ട് മൈ കൺട്രോൾ, OPM ഈസ് നോട്ട് മൈ കൺട്രോൾ. ഞാൻ അങ്ങനെ തന്നെ പറയും. SM-ൽ നിങ്ങൾക്ക് 40 മാർക്ക് സ്കോർ ചെയ്തു വിചാരിച്ച് നിങ്ങൾ പാസ്സാവണമെന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന OPM-ന് അത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. സോ OPM ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഓക്കെയാണോ? സോ നമ്മൾ SM ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇനി SM-നകത്ത് 40 മാർക്സിനാണ് നമ്മൾ SM-ന്റെ സിലബസ് കിടക്കുന്നത്. ഇനി ഈ 40 മാർക്സിൽ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഈ 40 മാർക്സ് അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദ 40 മാർക്സ് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോവാണ് SM സ്ട്രാറ്റജിക്, നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം, ഫുൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ് നമ്മുടെ അല്ലേ. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ഇസ് ഈക്വൽ ടു 40 മാർക്സ് ആണ്. സ്കോർ ഇസ് ഈക്വൽ ടു 40 മാർക്സ്. ഓക്കെ, ഇനി പറയുന്നു ഈ 40 മാർക്സ് ആണെങ്കിൽ പോലും ഈ SM എന്ന് പറഞ്ഞ ഈ ഒരു സിലബസിനകത്ത്, ടെക്സ്റ്റിനകത്ത്, നമ്മുടെ മെറ്റീരിയലിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്? ഞാൻ പറയും, നിങ്ങളുടെ CMA-ക്കകത്ത് നമുക്ക് ചാപ്റ്റർ അല്ല പറയാം, നമ്മൾ മൊഡ്യൂൾ വൈസ് പറയാം. മൊഡ്യൂൾ അല്ല, നമ്മൾ ചാപ്റ്റർ എന്ന ടേം നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ എന്താ യൂസ് ചെയ്യുക? മൊഡ്യൂൾ എന്ന് യൂസ് ചെയ്യും. ചാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് പഠിക്കാനുള്ളത് നോർമലി നമുക്ക് പഠിക്കാനുള്ളത് 4 മൊഡ്യൂൾസാണ് അല്ലെ. മൊഡ്യൂൾ നമ്പർ 1, ഫസ്റ്റ് വൺ മൊഡ്യൂൾ നമ്പർ 1 ആൻഡ് സെക്കൻഡ് വൺ മൊഡ്യൂൾ നമ്പർ 2, module number 2 and third one module number 3 and fourth one module number 4 നമുക്ക് പഠിക്കാനുള്ളത് 4 മൊഡ്യൂൾസ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ 40 മാർക്സ് ആണല്ലോ. ഒരു സംശയമല്ല, 40 മാർക്സ് ആണ് ടോട്ടൽ സ്കോർ. അങ്ങനെയെങ്കിൽ 4 ചാപ്റ്റർ ഉണ്ടല്ലോ, 4 മൊഡ്യൂൾസ് ഉണ്ടല്ലോ, 4 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂൾസിനും എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും? ഒരു സംശയമല്ല, 10 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഈച്ച് മൊഡ്യൂൾ ഹാവ് ഈക്വൽ വെയിറ്റേജ് 10 മാർക്സ് അല്ലോ. 10 മാർക്സ് ആൻഡ് ആൾസോ ഫോർ 10 മാർക്സ്. So total is equal to 40 marks. So total 40 marks. Each and every chapter have equal weightage. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇൻസ്റ്റോട്ട് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഈ 8ാമത്തെ ഓരോ മൊഡ്യൂൾസ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഈ മൊഡ്യൂൾ എങ്ങനെയാണ് കൊടുത്തത്? മൊഡ്യൂൾ 1, 2, 3 ആണ്, ഒരിക്കലും അല്ല.
ഞാൻ പറയുന്നു നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 1 മുതൽ മൊഡ്യൂൾ നമ്പർ 7 വരെയാണ് നിങ്ങൾക്ക് OPM-നകത്ത് വരിക, ഓപ്പറേഷണൽ മാനേജ്മെന്റിനകത്ത് വരിക. ഓക്കെ ആണോ? ഇനി മൊഡ്യൂൾ നമ്പർ 8 മുതലാണ് നിങ്ങൾക്ക് SM സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ നമ്പർ 8, മൊഡ്യൂൾ നമ്പർ 9, മൊഡ്യൂൾ നമ്പർ 10 ആണ് മൊഡ്യൂൾ നമ്പർ 11. മൊഡ്യൂൾ നമ്പർ 11 ഇതാണ് നിങ്ങൾക്ക് മൊഡ്യൂൾസ് വരുന്നത് എവിടെ? SM-നകത്ത്. അപ്പോൾ SM-നകത്ത് വരുന്ന മൊഡ്യൂൾസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. കണ്ടോ? ഓക്കെ, SM-നകത്ത് വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്? മൊഡ്യൂൾ നമ്പർ 8, മൊഡ്യൂൾ നമ്പർ 9, മൊഡ്യൂൾ നമ്പർ 10 ആൻഡ് മൊഡ്യൂൾ നമ്പർ 11. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 മൊഡ്യൂൾസ്. ആൻഡ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈച്ച് മൊഡ്യൂൾ ഹാവ് എൻ ഈക്വൽ വെയിറ്റേജ് 10 മാർക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എക്സാമ്പിൾ 8ാമത്തെ മൊഡ്യൂൾസ് എടുത്തോ. 8ാമത്തെ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് 8ാമത്തെ മൊഡ്യൂളിന് അണ്ടറിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്? അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ അല്ല, ഓരോ മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ചെറിയ ചെറിയ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 8ാമത്തെ മൊഡ്യൂൾ. അപ്പോൾ 8ാമത്തെ മൊഡ്യൂളിൻ്റെ അണ്ടറിൽ 8.1 കൊടുത്തിട്ടുണ്ട്, 8.2 കൊടുത്തിട്ടുണ്ട്, 8.3 കൊടുത്തിട്ടുണ്ട്, 8.4 കൊടുത്തിട്ടുണ്ട്, 8.5 കൊടുത്തിട്ടുണ്ട്, 8.6 കൊടുത്തിട്ടുണ്ട്, 8.7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ? ഇതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. 8.1 അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ്, 8.2 മറ്റൊരു യൂണിറ്റ് ആണ്, 8.3 മറ്റൊരു യൂണിറ്റ് ആണ്, 8.4 അത് മറ്റൊരു യൂണിറ്റ് ആണ്. ഇത് ഓരോരോ എന്താണ്? ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. അപ്പോൾ യൂണിറ്റ് എന്ന് കണ്ടാൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നോക്കിയേ, ഒരു പേജ് മാത്രമേ ചിലപ്പോൾ ഒരു യൂണിറ്റ് ഉള്ളൂ. ഇപ്പോൾ 8.1 ചിലപ്പോൾ 2-3 പേജ് മാത്രമേ ഒരു യൂണിറ്റ് ഉള്ളൂ. ഇപ്പോൾ 8.7 ഉണ്ടാവും, അത് വേണമെങ്കിൽ മേ ബി ഒരു ഒറ്റ ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ചെറിയ ചെറിയ ഓരോ പേജുകൾ മേ ബി അവർ ഓരോ യൂണിറ്റ് ആക്കി തിരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? മെയിൻ ഒരു മൊഡ്യൂൾ കൊടുത്തു, അതിൻ്റെ അണ്ടറിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ കൊടുത്തു. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്? മൊഡ്യൂൾ നമ്പർ 9 എങ്ങനെയാണ്? സെയിം സാധനം. മൊഡ്യൂൾ നമ്പർ 9 അങ്ങനെ തന്നെയാണ്, സെയിം ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. കണ്ടോ? മൊഡ്യൂൾ നമ്പർ 9 കൊടുക്കും, അതിനുള്ളിൽ 9.1 ഉണ്ട്, 9.2 ഉണ്ട്, 9.3 ഉണ്ട്, 9.4 ഉണ്ട്. കേട്ടോ, ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു? കൊടുത്തു. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഒന്നുമില്ല, ബേസിക്കലി അവർക്ക് ഒരു സിസ്റ്റം, അവരുടെ സിലബസ് ഒന്ന് അറേഞ്ച്മെൻറ്റ് നടത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി ചാപ്റ്റർ ഓരോ ചാപ്റ്റർ ആക്കി കൊടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കി അവർ എന്ത് ചെയ്തു? മാറ്റി. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്കങ്ങനെ മൊത്തമുള്ളത് 8 ഉണ്ട്, 9 ഉണ്ട്, ഇതേപോലെ 10 ഉണ്ട്, ഇതേപോലെ 11 ഉണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവരി മൊഡ്യൂൾ ഹാവ് എൻ ഈക്വൽ വെയിറ്റേജ്, ദാറ്റ് ഈസ് 10 മാർക്സ്. ഓക്കെ ആണോ? ഓരോന്നിനും അവരെന്തുണ്ട്? 10 മാർക്സ് വീതം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും 10 മാർക്സ് വീതം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 40 മാർക്കാണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40 മാർക്സിൽ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് വരിക. ഒരിക്കലും അല്ല. നമുക്കറിയാം 40 മാർക്സ് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ MCക്ക് വരുന്നുണ്ട് അല്ലേ? 2 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ അവർ എന്ത് വരും? MCക്ക് ചോദിക്കും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുക? ഒരു 30 to 32 മാർക്സിനെ എന്ത് വരുള്ളൂ? അവർ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ബാക്കി വരുന്ന ഒരു 8 to 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? 8 to 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക MCQ ആണ് ചോദിക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ഇത് MCQ ആണ്. ഇത് ഡിസ്ക്രിപ്റ്റീവ് മീൻസ് റിട്ടൺ എക്സാം ആണ്, MCQ മീൻസ് നമുക്ക് ബബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ ആണോ? ഇനി പറയാൻ വേണ്ടി പോവാണ് 8 to 10 മാർക്കിന് അവർ എന്ത് ചോദിക്കും? SM-നകത്തും MCQ ചോദിക്കും. സാർ ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഞാൻ പറയുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക MCQ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് വാട്ട്? ഒരു സിംഗിൾ ലൈൻ മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. വലിയ ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ CA അകത്ത് ചോദിക്കുക, ഒരു കേസ് സ്റ്റഡി കൊടുക്കും, ഒരു കഥ കൊടുക്കും, ആ കഥയെ ആസ്പദമാക്കി എന്ത് ചെയ്യാം? താഴെ കൊടുത്ത് ആൻസർ ചെയ്താൽ വേണ്ടി പറയും. ഇവിടെ അങ്ങനെയല്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലെ, ഒറ്റ ലൈനിൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവും. കേട്ടോ, ഒറ്റ ലൈനിലോ 2 ലൈനിലോ ക്വസ്റ്റ്യൻ മാത്രം, അതിന് 4 ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതേണ്ടി വരും. ഓക്കെ ആണോ? ഇതാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് MCQ ലെവൽ. MCQ ഇസ് വെരി സിമ്പിൾ ലെവലിൽ അവർ എന്ത് ചെയ്യുള്ളൂ? MCQ ചോദിക്കാറുള്ളൂ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വൺ 30 to 32 മാർക്സ് എന്താ വരിക? ഡിസ്ക്രിപ്റ്റീവ് വരും. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഡയറക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് MCQ വരിക. ഇനി പറയുകയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഇൻഡയറക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ, കേസ് സ്റ്റഡി ലെവൽ ക്വസ്റ്റ്യൻ ആണോ, അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഞാൻ വീണ്ടും പറയുന്നു, CMA ഇന്റർ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് അവർ ചോദിക്കുക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, ഒരു ഇൻഡയറക്റ്റും ഇല്ല. ഒരു തല തിരിച്ചോ മറിച്ചോ വളച്ചോ ഒടിച്ചോ ഒന്നും അവർ ചോദിക്കൂല. അവർ നേരിട്ട് ചോദിക്കും, വാട്ട് ഈസ് സ്ട്രാറ്റജി. അപ്പോൾ എങ്ങനെ? വാട്ട് ഈസ്, അങ്ങനെ ചോദിക്കുക. വാട്ട് ഈസ് അല്ലെങ്കിലോ എക്സ്പ്ലെയിൻ അല്ലെങ്കിലോ ലിസ്റ്റ് ഔട്ട് അല്ലെങ്കിലോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ഈസ്, എക്സ്പ്ലെയിൻ, ലിസ്റ്റ് ഔട്ട്, കാറ്റഗറൈസ് എന്ന് പറയുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണോ അത് അവർ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലാതെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്കില്ല. ഇനി പറയുന്നു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ മിനിമം 6 അല്ലെങ്കിൽ 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. മിനിമം 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആകാരം, അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആകാരം, അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു SM-ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര എന്തുണ്ടാവുള്ളൂ, അല്ല ഇത്ര എന്തുണ്ടാവുള്ളൂ, ചെറിയൊരു പോർഷൻ മാത്രമേ SM-ൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. വൈ എന്തുകൊണ്ടാ? ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 7 മാർക്കിൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? SM-ൻ്റെ ഡിസ്ക്രിപ്റ്റീവ് അല്ലേ? ഇതൊരു മാർക്ക്, ഇതൊരു ക്വസ്റ്റ്യൻ, ഇത് 2 ക്വസ്റ്റ്യൻ, ഇത് 3 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ, ഈ ഓരോ ക്വസ്റ്റ്യനും 7 മാർക്ക്. അപ്പോൾ എത്രയും 7, 14, 21 അല്ലേ? പിന്നെ 7, 14 ഒരു 30 മാർക്സിൻ്റെ അടുത്ത് വരുന്ന ക്വസ്റ്റ്യനായി. പിന്നെ ബാക്കി വരുന്ന 8 to 10 മാർക്കാണ് ചോദിക്കും, MCA ചോദിക്കും. അതാ പറഞ്ഞത് ക്വസ്റ്റ്യൻസ് കുറച്ചേ ഉണ്ടാവുള്ളൂ. OPM വലിയ വലിയ ക്വസ്റ്റ്യൻ കാരണം SM ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ കാരണം കുറച്ചേ ഉണ്ടാവുള്ളൂ. ബട്ട് അത് മനസ്സിലാക്കിയെടുക്കുക, പഠിച്ചെടുക്കുക. ഇറ്റ്സ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്, വെരി വെരി ടാസ്ക്. ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണോ? ഇതാണ് നിങ്ങൾക്ക് വരാവുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ടോട്ടൽ 40 മാർക്സ്, 30 to 32 മാർക്സ് ഫ്രം ഡിസ്ക്രിപ്റ്റീവ് സൈഡ് ആൻഡ് 8 to 10 മാർക്സ് ഫ്രം യുവർ MCQ സൈഡ്. ഓക്കെ ആണോ? ഇതാണ് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട പേപ്പർ പാറ്റേൺ. ഇനി നെക്സ്റ്റ് പറയുന്നു, സാർ എങ്ങനെയാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ICMA അറിയിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണ്? സ്റ്റഡി മെറ്റീരിയൽ ഈ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണോ ആ മെറ്റീരിയൽ പ്രകാരം തന്നെയാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ നോട്ട് അല്ലെങ്കിൽ എൻ്റെ ബുക്ക് അല്ലേ, എൻ്റെ നോട്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഇറക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്ക് എങ്ങനെയാണോ ആ ബുക്കിനെ ആസ്പദമാക്കി തന്നെയാണ്. ഓക്കെ ആണോ? ആ ബുക്കിൽ എന്താണോ ഓർഡർ പോകുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാനൊരു ഓർഡർ മാറ്റുന്നില്ല. സ്റ്റഡി മെറ്റീരിയൽ തുറന്ന് നോക്കുമ്പോഴും നിങ്ങൾക്ക് എൻ്റെ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ നോട്ട് ഓപ്പൺ ആക്കി നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സെയിം ആയിരിക്കും. ഒരു സംശയം ഉണ്ടാവില്ല, ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൻ്റെ നോട്ട്, ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ സാർ എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ യുവർ സ്റ്റഡി മെറ്റീരിയൽ. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എന്താണോ അത് തന്നെയാണ് എൻ്റെ ബുക്ക് ഉണ്ടാവുക. ഞാൻ എൻ്റെ വകയായിട്ട് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വകയായിട്ട് ഒന്നും അതിനകത്ത് ഇൻസർട്ട് ആക്കിയിട്ടില്ല. whatever it may be, whatever in your content, whatever in your study material, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിനകത്ത് എന്തുണ്ടോ ആ സെയിം സാധനമാണ് ഞാൻ എവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പേടി നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ മെറ്റീരിയൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാറിന് നോട്ട് മാത്രം പഠിച്ചാൽ മതി, സാറിന് ബുക്ക് മാത്രം പഠിച്ചാൽ മതിയോ? യെസ്, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ടച്ച് ചെയ്യേണ്ട ആവശ്യം പോലില്ല. എൻ്റെ ബുക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ നോട്ട് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? സോ ഫോളോ മൈ സ്റ്റഡി മെറ്റീരിയൽ, നിങ്ങൾ ഫോളോ മൈ നോട്ട്. എൻ്റെ നോട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ തുറന്ന് നോക്കേണ്ട ആവശ്യം പോലും ഞാൻ പറയില്ല. ഓക്കെ ആണോ? അപ്പോൾ എൻ്റെ മെറ്റീരിയൽ എൻ്റെ നോട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്ത് പോന്നാൽ മതി. ഷുവറാ 40 നിങ്ങൾക്ക് ഒരു 30+ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയാണത്. ഓക്കെ, വാറണ്ടി അല്ല ഗ്യാരണ്ടി. എന്താ ഗ്യാരണ്ടി? മാറ്റി കൊടുക്കും നമ്മൾ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയൽ വെച്ച് എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ എൻ്റെ നോട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ക്ലാസ് എങ്ങനെയാണ് സാറ് കൊണ്ടുപോകുന്നത്? ഓക്കെ, സെയിം. ഫസ്റ്റ് ഞാൻ 8ാമത്തെ മുതൽ ഡിസ്കസ് ചെയ്യും, അതിനുശേഷം ഞാൻ 9ാമത്തെ മുതൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോ? അതിനുശേഷം 10ാമത്തെ മുതൽ ഡിസ്കസ് ചെയ്യും, അതിനുശേഷം 11ാമത്തെ മുതൽ ഡിസ്കസ് ചെയ്യും. ഈ ലെവലിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ക്ലാസ് വാങ്ങിയ കുട്ടികൾ എൻ്റെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് 4 ഫോൾഡർ കാണാൻ പറ്റും അല്ലേ? 8ാമത്തെ ഫോൾഡർ കാണാൻ പറ്റും അല്ലേ? 8ാമത്തെ ഫോൾഡർ കാണാൻ പറ്റും. അതുപോലെ 9th ഫോൾഡർ കാണാൻ പറ്റും. മൊഡ്യൂൾ 10 കാണാൻ പറ്റും. മൊഡ്യൂൾ 11. ഇതൊക്കെ ഓരോരോ മൊഡ്യൂൾസ് ആണ്. ഈ മൊഡ്യൂൾസിൻ്റെയൊക്കെ ഓരോ ഫോൾഡറാക്കി ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഫോൾഡർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 8ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ 8ാമത്തെ മൊഡ്യൂൾസ് നിങ്ങൾ മൊത്തം പഠിച്ചു. 8ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുകയോ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഫോൾഡറിലോട്ട് പോവുക. അതിനകത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫ്രം 8th മൊഡ്യൂളിൽ കാണാൻ പറ്റും. അപ്പോൾ 8ാമത്തെ മൊഡ്യൂളിന് അണ്ടറിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഫുൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ 8ാമത്തെ ചാപ്റ്ററിൽ 8ാമത്തെ മൊഡ്യൂളിന് അണ്ടറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇൻക്ലൂഡിങ് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ RTPക്കകത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ MCQ, ഇതൊക്കെ ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, 9ാമത്തെ ക്ലാസ് മൊത്തം കാണുക. 9ാമത്തെ ക്ലാസ് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന ഫോൾഡറിനകത്തോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, 9ാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ 10ാമത്തെ മൊഡ്യൂൾ അണ്ടറിലോട്ട് പോവുക. എന്നിട്ട് 10ാമത്തെ മൊഡ്യൂൾ അണ്ടറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടോ അത് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 11ാമത്തെ മൊഡ്യൂളിൽ പോവുക. ഓക്കെ ആണോ? ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഓർഡറിൽ ചെറിയൊരു മാറ്റം വരുത്തരാം. ഓക്കെ ആണോ? നിങ്ങൾ പഠിക്കേണ്ട ഓർഡറിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തരാം. ചെറിയൊരു മാറ്റം. ഓക്കെ ആണോ? അധികം വലിയ മാറ്റമല്ല. നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് 8ാമത്തെ മൊഡ്യൂളാണ്. ഫസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കേണ്ടത് 8th മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 8ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 9th മൊഡ്യൂളാണ്. 9th മൊഡ്യൂൾ. അപ്പോൾ എന്താ സാർ ഇതിലെന്താ മാറ്റമില്ലല്ലോ? മാറ്റമുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ പഠിക്കേണ്ടത് 11th മൊഡ്യൂളാണ്. 11ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. 11th മൊഡ്യൂളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഇതിന് ശേഷം മാത്രമേ നിങ്ങൾ 10th മൊഡ്യൂളിലോട്ട് വരാൻ പാടുള്ളൂ. വൈ? ബിക്കോസ് CMA ഇന്റർ എക്സാം എഴുതിയ കുട്ടികൾക്കറിയാം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, എനിക്കല്ല, എൻ്റെ ക്ലാസ് നിങ്ങൾ കാണുന്നതിന് മുമ്പ്, എൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഈ ഒരു മൊമെന്റിൽ വരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, ടഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചാപ്റ്റർ ഏതാ? മൊഡ്യൂൾ നമ്പർ 10 ആണ്, സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആവാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ സ്റ്റഡി ഓർഡർ ഒന്ന് മാറ്റി. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? 8ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? 9ാമത്തെ മൊഡ്യൂൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? 11th മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? 10th മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി ഓർഡർ. ഓക്കെ ആണോ? ഓക്കെ. സോ എല്ലാവർക്കും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ? എൻ്റെ നോട്ട് വെച്ച് മാത്രം പഠിക്കുക. വേറെ ഒരു ഫാക്കൽറ്റിയുടെ വേറൊരു മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഫോളോ ചെയ്യേണ്ട. ഓക്കെ ആണോ? ഇനി പറയാനുള്ളത്, എൻ്റെ ക്ലാസ് വെച്ച് ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. വേറൊരു ഫാക്കൽറ്റിയുടെ വേറൊരു മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റിയുടെയും മെറ്റീരിയൽ നിങ്ങൾ നോക്കണ്ട, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പല നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസും പഴയ സിലബസിനകത്ത് പുതിയ സിലബസിൽ വന്നപ്പോൾ അവർ കണ്ടന്റ് പോലും കോപ്പി പേസ്റ്റ് അടിച്ചിട്ടാണ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഫുള്ള് തെറ്റായിരിക്കും. കാരണം വെച്ചാൽ അവർ ചെട്ട മാത്രമേ മാറ്റുള്ളൂ. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ പ്രൂഫായിട്ട് പലർക്കും കുട്ടികൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രിപ്പയർ ആക്കുന്നുണ്ടോ? തന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നതും ആ മെറ്റീരിയലാണ്. എല്ലാവരും തിയറി ക്ലാസ്സിന് പ്രിഫർ ചെയ്യുന്നതും എൻ്റെ ബാച്ചാണ്. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആ ഒരു മെറ്റീരിയൽ മാത്രം എന്ത് ചെയ്യാൻ മതി? പഠിച്ചാൽ മതി. വേറൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന അറ്റംപ്റ്റ് ജൂൺ അറ്റംപ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പോകുന്ന അറ്റംപ്റ്റ് ഫോർ എക്സാമ്പിൾ നവംബർ ഒരു ഡിസംബർ അറ്റംപ്റ്റ് ആവട്ടെ, വാട്ട് എവർ മേ ബി. ഇപ്പോൾ ജൂൺ അറ്റംപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഡിസംബർ അറ്റംപ്റ്റ് ഉണ്ടല്ലേ, ഏത് അറ്റംപ്റ്റ് ആവട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂൺ അറ്റംപ്റ്റാണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓരോ എക്സാം വരുമ്പോൾ സാർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെ പഠിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ജൂൺ അറ്റംപ്റ്റിലോട്ടാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന പിള്ളേരാണെങ്കിൽ, ഏത് അറ്റംപ്റ്റ് ആവട്ടെ, ഞാൻ അറ്റംപ്റ്റ് കൊടുത്തില്ല, ജൂൺ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞു, നിങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞു, ഓക്കെ, ഇനഫ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. റിവിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അറിയാം നിങ്ങൾക്ക് റിവിഷൻ? ഒരു സാധനം പഠിച്ചുകൊണ്ട് മാത്രം ഒന്നും ആവണമെന്നില്ല, അത് റിവൈസ് ചെയ്യണം. കണ്ടിന്യൂസ്ലി റിവൈസ്. ബിക്കോസ് എസ്പെഷ്യലി ഇൻ ദ തിയറി പേപ്പേഴ്സ്. ഇപ്പോൾ തിയറി നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഇന്ന് പഠിച്ചോ, നാളെ നിങ്ങൾ മറന്നിരിക്കും. നാളെ പഠിച്ചോ, 2 ദിവസം ഇങ്ങനെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. എന്താ ഇപ്പം ഞാൻ പഠിച്ചത്? നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല മക്കളെ. പലരും പറയും, പല കുട്ടികളും അങ്ങനെ ടെൻഷൻ എടുക്കാറുണ്ട്, സാർ അത് എൻ്റെ മിസ്റ്റേക്കാണോ? ഒരിക്കലുമില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അത് ജനറ്റിക്കാണ്. കാരണം മനുഷ്യൻ്റെ തലച്ചോറിനകത്തോട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു സാധനം നമ്മൾ ഇപ്പം പഠിക്കുമ്പോൾ, ഒരു സാധനം നിങ്ങൾ ഇപ്പം അത് കേൾക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓർമ്മ ശക്തി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്, ഓരോ കുട്ടികൾക്കും അത് ഡിഫറെൻറ്റ് രീതിയിലാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് എന്ത് പഠിച്ചോ നാളെ നിങ്ങൾ മറന്നിരിക്കും. സോ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് ആവട്ടെ, BD ആവട്ടെ, വാട്ട് എവർ ബി, നിങ്ങളത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. റിവിഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം സ്പെൻഡ് ചെയ്തേ തീരൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് നിങ്ങൾ എല്ലാ ക്ലാസ്സും കണ്ടതിന് ശേഷം, റെഗുലർ ക്ലാസ് മൊത്തം കണ്ടതിന് ശേഷം, ജൂൺ അറ്റംപ്റ്റിൽ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ 15 ഡേയ്സ് മുമ്പ്, ബിഫോർ 15 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫോൾഡറിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ നിങ്ങൾക്ക് റിവിഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. റിവിഷൻ വീഡിയോ ആ സമയത്ത് എക്സാമിൻ്റെ 15 ഡേയ്സ് മുമ്പ് ഒരിക്കലും എന്ത് കാണരുത്? റെഗുലർ ക്ലാസ് കാണരുത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് പർച്ചേസ് ചെയ്ത കുട്ടികളാണ് നിങ്ങൾക്ക് എന്ത് അവൈലബിൾ ആവും? ഞാൻ റിവിഷൻ വീഡിയോ അവൈലബിൾ ആവും. ഓക്കെ ആണോ? ഈ റിവിഷൻ വീഡിയോ അപ്രോക്സിമേറ്റ്ലി 15 hours ആയിരിക്കും ഉണ്ടാവുക. 15 hours വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. 8ഉം 9ഉം 10ഉം 11ഉം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഇതിനകത്തും ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ ഈ റിവിഷൻ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒക്കെ എന്ത് ചെയ്യും? ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ടൈമിൽ ഫുൾ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഈ 15 hours വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 15 ഡേയ്സ് മുമ്പ് ഞാൻ അതിനകത്തോട് ഞാൻ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ അതേപോലെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. നിങ്ങൾക്ക് വിജയം ഷുവറാ. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് എനിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എ ബ്രീഫ് ഓവറോൾ കണ്ടൻറ്റ് ഓഫ് എ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു കണ്ടൻറ്റാണ് അല്ലേ? ഇറ്റ്സ് എ ബേസിക് ആണ്. ഈ ബേസിക് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നെക്സ്റ്റ് വീഡിയോട്ട് പോകാൻ പാടില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. നമ്മൾ CMA ഇൻ്റർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സബ്ജക്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, കടക്കാൻ വേണ്ടി പോവാണ്. സോ ബി ഹാപ്പി, ബി സ്മൈൽ ആൻഡ് ബി കൂൾ. 100%, 100% മൈ ഗ്യാരണ്ടി, 100% മൈ വാറണ്ടി, 100% മൈ കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആദ്യമായിട്ടാണ് മിഥിലാജിൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണമെങ്കിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഈ ക്ലാസ് മൊത്തം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ 10 കുട്ടികളോട് നിങ്ങൾ പറയും ഇയാളുടെ ക്ലാസ് വേറെ ലെവലാണെന്നുള്ളത്. ഞാൻ ആ ലെവലിലേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. എനിക്ക് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റി ഈസ് നോട്ട് ഓൺലി ഫോർ ക്വാളിറ്റി. ക്വാണ്ടിറ്റി അല്ല നമ്മുടെ എക്സാം. CMA എക്സാം നിങ്ങൾ ഞാൻ പറയാനുള്ളത് വലിച്ചു വാരി എക്സാം എഴുതാൻ പാടില്ലല്ലോ. എന്താണോ അതിനകത്തുള്ളത് അതേപോലെ എഴുതണം. വാട്ട് എവർ ഇറ്റ് മേ ബി ഇൻ ദ കണ്ടന്റ് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പ്രസൻറ്റ് ചെയ്യണം. സോ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് 100% ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യം, സാർ തിയറി പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരോ കണ്ടന്റ് അല്ലേ, അപ്പോൾ 8.1 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 8.1 ഒരുപാട് ടോപ്പിക്സ് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഫസ്റ്റ് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം. ഇനി കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിയൽ ലൈഫ് എക്സാമ്പിൾ യൂസ് ചെയ്യാം, പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയും, പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾ പറയും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വൺസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മെറ്റീരിയലിനകത്തുള്ള നോട്ടിനകത്തുള്ള കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാം. കണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. സോ കണ്ടന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് സാർ? ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രാറ്റജി എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിക്. ആ സ്ട്രാറ്റജിൻ്റെ എക്സ്പ്ലനേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് പഠിക്കുക? അത് പഠിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആ നോട്ടിനകത്ത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരും കീ പോയിന്റ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ നോട്ടിനകത്ത് എന്തൊക്കെയാണുള്ളത്, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് എന്താണുള്ളത്, അത് അതേപോലെ ഇപ്പോൾ നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല, ശരിയല്ലേ? അത് അതേപോലെ പഠിക്കും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതി കൊടുക്കാൻ പറ്റും, എക്സാമിന് എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് കീ പോയിന്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവർ യൂസ് ചെയ്ത കുറച്ച് വേർഡ്സുകൾ ഉണ്ടാവും അല്ലെ. സ്ട്രാറ്റജീസ് ഡാഷ് ആണ് എന്നുള്ളത് അവർ കുറച്ച് കീ പോയിന്റ്സ് അതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ കീ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതുമ്പോൾ ആ കീ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പോൾ ആ കീ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എക്സാം എഴുതി കൊടുക്കാം. എന്നിട്ട് പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ കീ പോയിന്റ് ഒന്ന് പതിക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ എക്സാമിൻ്റെ പേപ്പർ നോക്കുന്ന ഫാക്കൽറ്റിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഈ കുട്ടി കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, കീ പോയിന്റ്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് സാർ. ഇതിൽ 5ൽ 5 മാർക്കും കിട്ടുമോ? കിട്ടും. എങ്ങനെയോ, നിങ്ങൾ പ്രസൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസൻറ്റേഷന് കിടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ കിട്ടും. അപ്പോൾ പ്രസൻറ്റേഷൻ മാത്രം പോരാ, നിങ്ങൾക്ക് എന്ത് വേണം, ലാംഗ്വേജ് വേണം. പ്രസൻറ്റേഷൻ വേണം, ലാംഗ്വേജ് വേണം. അപ്പോഴേ 5ൽ 5 മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഏജിനനുസരിച്ച് 3.5 to 4 അല്ലെങ്കിൽ 3.5 to 4.5 ഈ ലെവലിൽ അവർ എന്ത് ചെയ്യും, ഇട്ടുതരും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കിനിടയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് നമ്മുടെ ടൈം അധികം വേസ്റ്റ് ചെയ്യാനില്ല. സോ ലെറ്റ് മീ മൂവ് ടു ദ ടോപ്പിക്. സോ ദിസ് ഈസ് ദ ബേസിക് പാർട്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് അല്ല, ഇതൊരു ബേസിക് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 8.1 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8ാമത്തെ മൊഡ്യൂളിലെ 8.1 നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നെക്സ്റ്റ് വീഡിയോക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്താ അറിയോ, നമ്മുടെ സബ്ജക്റ്റ് പേരെന്താ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പഠിക്കേണ്ടത്, വാട്ട് ഈസ് മീൻ ബൈ സ്ട്രാറ്റജി അല്ലെ. സ്ട്രാറ്റജി എന്താണെന്ന് പഠിക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും, വാട്ട് ഈസ് മീൻ ബൈ സ്ട്രാറ്റജി. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സാർ സ്ട്രാറ്റജി എന്ന് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സ്റ്റഡി മെറ്റീരിയലിനകത്തോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 8.1 എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു.